സൂപ്പർ പടം, നല്ല പടമാണ്. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിന്റെ ക്ഷീണം സെക്കൻഡ് ഹാഫ് തീർത്ത്. അടിപൊളി സാധനം, മ്യൂസിക്കും ഫൈറ്റും അടിപൊളി പടം. തുള്ളാൻ ആൾക്കാരുണ്ടായിരുന്നു. സൂപ്പർ പടം, നല്ല പടം. വെരി എൻഗേജിങ്. വയലൻസ് അല്ല. നമ്മുടെ അജഗജാന്തരം ആ ഒരു മൂഡ് വരുമോ? അജഗജാന്തരം ആ ഒരു ഇതല്ല, പടം അടിപൊളിയാണ്. സ്റ്റോറി എങ്ങനെയുണ്ട്? ഷുവർ കുഴപ്പമില്ല. ഒന്നുകൂടി കാണോ? ഒന്നുകൂടിയും ചിലപ്പം പറ്റുകയാണെങ്കിൽ കാണും. പെർഫോമൻസ് ഒക്കെ അടിപൊളി. അടിപൊളി. സൂപ്പർ 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 ആയിരുന്നു. നല്ല ഫാസ്റ്റ് മൂവിയാണ്. ഫാസ്റ്റോ പിന്നെ ഇറങ്ങിയ സീറ്റ് നിൽക്കാൻ തോന്നുന്ന സീറ്റ് ഞങ്ങൾക്ക് പങ്കെടുത്ത വളരെ അടിപൊളി വേളയുണ്ട്. സമയം പോയതറിഞ്ഞില്ല. ഭയങ്കര എൻഗേജിങ് ആണ്. ഫൈറ്റ് ഒക്കെ രക്ഷയില്ല. സന്തോഷം. സിറ്റുവേഷൻ ക്യാരക്ടർ അല്ലത്. സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്വന്തം പടം തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ടുള്ളതല്ലേ. അല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ കുറേ ഇത് നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ല മുണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. യൂത്തും ഫാമിലിയും എല്ലാം ഉണ്ടല്ലേ? കണ്ടില്ലേ നിങ്ങൾ? അല്ലേ, യൂത്തും ഫാമിലിയും അല്ലേ, കോമഡിയും സ്ഫടികത്തിന്റെ ചെറുത്താന്റെ ലോറി പോലെ ആവുമല്ലേ? പക്ഷേ കലക്കിയിട്ടുണ്ട് അല്ലേ. നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. റീ റെക്കോർഡിങ് ഉണ്ട്. അതാ ഡയറക്ടർ ഈ വർഷം അതിന്റെ അടുത്ത ഹിറ്റ്, മാർച്ചിലെ അടുത്ത ഹിറ്റാണ് ഈ പടം. കടകൻ എല്ലാവരും പോയി കാണും. പൊളിച്ചു. സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഒരു സീൻ ഉണ്ട് എൻ്റെ മോനെ. മൂവി ഒന്ന് കാണുക, എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ പുതിയ ക്രൂ ടീമൊക്കെയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ബീജിയം അടിപൊളിയായിരുന്നു കേട്ടോ. ബീജിയം എനിക്ക് ഇഷ്ടം. കാരണം ബീജിയമാണ് അതിൻ്റെ ഒരു എനർജി ആയിരുന്നത്. സോ അടിപൊളിയായിരുന്നു. ബീജിയം അടിപൊളിയായിരുന്നു. ഓരോ സോങ്സും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് എസ്പെഷ്യലി ബിജിഎമാണ് ഇഷ്ടപ്പെട്ടത്. ബിജിഎം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. 23 വയസ്സുകാരൻ സജിൻ പാമ്പാടിൻ്റെ ആദ്യത്തെ പടമാണ്. എന്തായാലും ഫുൾ ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഇതൊരു വലിയ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നാടൻ അടിപ്പടമാണോ? പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു മൂവി ഫസ്റ്റ് ഷോ അല്ലേ? ഫസ്റ്റ് ഷോ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഫസ്റ്റ് ഷോ ആണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മൂവിയാണ്. പിന്നെ പൊടിയുടെ ഫ്രണ്ട് ഫായ്സ് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു കാര്യം. പിന്നെ എല്ലാവരും ഹക്കീം എല്ലാവരും അടിപൊളി, വളരെ കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലേ, നിങ്ങളെ സപ്പോർട്ടാണ് ആവശ്യം. ഓക്കെ. സോ അപ്പം എല്ലാവരും വന്ന് മൂവി കാണുക. പിന്നെ ഇവരുടെ ആ ഒരു എഫേർട്ട് നിങ്ങളെല്ലാം വാല്യൂ ചെയ്യുക. എല്ലാവരും വന്ന് മൂവി കാണുക. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി, എനിക്ക് കാണുന്ന മൂവിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റർടൈനിങ് ആയിരുന്നു. അവസാനം വരെ പിടിച്ചിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ നായകനായി വരുന്ന ആണല്ലേ. പക്ഷേ അടിപൊളിയാണ്. വലിയൊരു ഫ്യൂച്ചറുണ്ട്. അപ്പം അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ വർക്ക്സ് ആണെങ്കിൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഈവൻ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ടീമുണ്ട്. അവർ എന്താണ് എയോസ്. അപ്പോൾ എയോസിൻ്റെ ഒരു വലിയ ഷൗട്ടാണ്. ഫുൾ ടീമാണ്. അങ്ങനെ ആരെങ്കിലും തരാൻ വേണ്ടേ? നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ക്യാരക്ടർ റോളുകൾ സീരിയസ് ചെയ്യണമെന്ന്. സജില ആ ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സാധനം തന്നു. വലിയ സന്തോഷം. താങ്ക് യു. പ്രേക്ഷകരോട് തന്നെ പറയാം. എല്ലാവരും പറയാനുള്ള ഇത്തരം എല്ലാവരും സിനിമ കാണണം, മിസ് ചെയ്യരുത്. ഇത് പിന്നീട് ടി വിയിലൊക്കെ വരുമ്പോൾ അയ്യോ ഗംഭീര പടമായിരുന്നല്ലോ, അത് പിന്നീട് പറയാണ്ട് ഇപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വിജയിപ്പിക്കുക. അത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു പരിപാടിയാണ് സജിലിൻ്റെ. ഇത് 24-കാരൻ്റെ അത്രയും സ്വപ്നമാണ്. എല്ലാവരും പടം കാണണം.
താങ്ക് യു. ഇതിനെക്കുറിച്ച് പറയേണ്ടത് നിങ്ങളാണ്, പ്രേക്ഷകരാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഡയറക്ടറുടെ പടമാണ് കടകൻ എന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാളും ചെറിയ പിള്ളേർ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും പ്രായം ഇതിനേക്കാൾ കൂടുതൽ പക്വതയുള്ള സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുള്ള സംവിധായകൻ്റെ ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഹക്കീം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകൻ, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പറയേണ്ടത് പ്രേക്ഷകരാണ്. എനിക്ക് ഒരു നല്ല കഥാപാത്രമാണ് കിട്ടിയിട്ടുള്ളത്, നന്നായി ചെയ്തു എന്നും എല്ലാവരും പറയുന്നു. ഞാൻ കണ്ടിട്ട് ഞാൻ ഹാപ്പിയാണ്. എൻഗേജ്ഡ് ആയിട്ടിരിക്കും, നമുക്ക് അങ്ങനെ ബോറടിക്കൊന്നുമില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് എടുത്തേക്കുന്നതായിരിക്കും. അതിൽ സദ്ദാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി മാസ് എലമെൻസും, ഇത്തിരി അല്ല അത്യാവശ്യം മാസ് എലമെൻസും, ഹ്യൂമറും, ഫാമിലി ഇമോഷൻസും, പ്രണയവും ഒക്കെ, സൗഹൃദവും എല്ലാം, എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു കുഞ്ഞു സിനിമയാണ്. നല്ലതായിരുന്നു. ആക്ച്വലി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, അത്രയും നല്ല പടമാണ്. ഹക്കീം അടിപൊളിയാണ്. എനിക്ക് 2-3 കാര്യങ്ങൾ എടുത്തു പറയണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ സജിലാണ്. ഈസ് ജസ്റ്റ് 24 years old. അപ്പം 24 വയസ്സിൽ ഈ ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, വേറെ ലെവലാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ സ്പെഷ്യലാണ്. ഇതിനെടുത്തവരെടുത്ത ഹാർഡ് വർക്കും അല്ലെങ്കിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട ഒരു ഇത് റിസൾട്ട് മൂവിയിലുണ്ട്. എന്തായാലും പടം അടിപൊളി, നിങ്ങൾ എന്തായാലും പോയി കാണാം. മാസാണ്. ഹക്കീമിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് നടനായിട്ട് വരുന്നൊരു മൂവിയിൽ തന്നെ അവൻ തിളങ്ങി. യു ഹാവ് ടു വാച്ച്. മൂവി പൊളി. തുടക്കത്തിലൊക്കെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു ലാഗിങ്ങനെ വന്ന് പിന്നെ അതൊക്കെ മേക്കപ്പായി. പൊളി സാധനം, വേറെ ഒരു രക്ഷയില്ല. മാസ് കത്തും. ഹക്കീം വേറെ ലെവൽ, വാക്കുകളില്ല. നായകൻ ഹക്കീം നേരത്തെ ഉണ്ടല്ലോ, അല്ല ഇനി അങ്ങോട്ട് ലീഡായിക്കോട്ടെ. ഇത് കണ്ടിട്ട് ആ ഫീല് ഉറപ്പ്. അതിനുശേഷം ചേട്ടൻ എന്താ പറയാ, മാസ്, മരണ മാസ്. നല്ലൊരു അടിപ്പടം കണ്ട ഫീലിംഗാണ്. കടകൻ ഇപ്പോൾ കണ്ടു. ബാക്കിയൊക്കെ നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. നല്ല പടമാണ്, കൊള്ളാം. നിലമ്പൂരിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിനിമയാണ്. നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഹക്കീം കൊള്ളാം. അതിൽ ചെയ്തിട്ടുള്ള ഹരിശ്രീ അശോകൻ, പിന്നെ ജാഫറൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ പടമാണ്. നല്ല പടമാണ് കടകൻ. നല്ല പടം ഇൻ ദി സെൻസ് നല്ല ഇടിപ്പടമാണ്. ഒരു മാസ് പരിപാടി പ്രയോറിറ്റി ഒക്കെ കൊടുത്തിട്ട് നല്ല മ്യൂസിക് പരിപാടിയൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു പടമാണ്. നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. നന്നായിട്ടുണ്ട്. നൈസ് മൂവി. ഹക്കീമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഫൈറ്റും എല്ലാം. പിന്നെ സോന നന്നായിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ സാറ് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ബിബിൻ പെരുമ്പള്ളി, എല്ലാവരും ഗംഭീര പടം. നൈസ് മൂവി. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ചിരിക്കണോ കരയണോ എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. എല്ലാവരും റെസ്പോൺസ് അടിപൊളി എന്ന് പറയുമ്പോൾ ഉള്ളിനുള്ളൊരു സാധനം വരുന്നുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത് വർക്കായി എന്നാണ് വിചാരിക്കണേ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. ഒരുപാട് വലിയ വലിയ സിനിമകളുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളെ കൊച്ചു സിനിമ ഒന്ന് എല്ലാവരും കണ്ട് അത്രേ പറയാനുള്ളൂ. എന്താ പറയണ്ടേന്ന് അറിയില്ല. വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുത്തതാണ്. ഭയങ്കര കറക്റ്റ് നിലമ്പൂർ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. ഫൈസും ലൈക്ക് ഫസ്റ്റ് ഫിലിമാണ് ഫൈസിന്റെ. പക്ഷെ ഭയങ്കര ഒരു കോമഡി ക്യാരക്ടർ പോലെയാണ് ചെയ്യണത്. പക്ഷെ എൻഡിൽ അങ്ങനത്തെ ട്വിസ്റ്റും ഉണ്ട്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീംക്ക് സ്റ്റേജിൽ വരുമ്പോൾ മറ്റേ സാധനം ഫുൾ സ്ക്രീൻ ഫുള്ള് നിറഞ്ഞ